കേരളത്തിലെ ഇടതുപക്ഷം സാധാരണക്കാരിൽ നിന്നും അകലുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും പല CPI നേതാക്കന്മാർക്കുമൊക്കെ ആഡംബരത്തിന്റെ വഴിയാണെന്നുള്ള വിമർശനങ്ങളുമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും രംഗത്ത് വന്നതും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അക്കമിട്ട് പലതും നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതിനിടയിലാണ് ഒരു പ്രമുഖ നേതാവിന്റെ വാക്കുകൾ ചർച്ചയാകുന്നത്. ഇനി ആ പാർട്ടിയിലേക്കില്ല, മതിയായി. ഇന്നും ഞാൻ ജീവിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ. എറണാകുളം ജില്ലയിലെ CPIയിൽ കലഹം മൂർച്ഛിക്കുന്നു. മുൻ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന P. രാജുവിനെതിരായ അച്ചടക്ക നടപടി വിഭാഗീയതയുടെ ഭാഗമാണെന്ന ആരോപണം തണുക്കു മുൻപാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജില്ലാ കൗൺസിൽ അംഗം EC ശിവദാസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ശിവദാസ് പറയുന്നു. വൈപ്പിൻ മേഖലയിൽ കോൺഗ്രസിനോട് ചേർന്ന് ഇടതുമുന്നണിയുടെ കുഴി തോണ്ടുകയാണ് നിലവിലെ CPI നേതൃത്വമെന്നും ശിവദാസ് പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ്. 35 വർഷമാകുന്നു പാർട്ടിയുടെ ഭാഗമായിട്ട്. ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിലാണ് താൻ ജീവിക്കുന്നത്. 20 കൊല്ലം അധ്യാപകനായിരുന്നു. ചെറായി സഹോദരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജിവെച്ച് പാർട്ടി പ്രവർത്തനത്തിലേക്ക് മാറുന്നത്. അവിവാഹിതനാണ്. തൊഴിലും ജീവിതവുമെല്ലാം പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. ജീവവായു പോലെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ്. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ രാജിവെച്ചു പോന്ന തനിക്കെതിരെ അപവാദ പ്രചാരണമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. സ്വാഭാവിക നീതി എന്നുണ്ട് ഇതൊക്കെ തെളിയിക്കപ്പെടും. താൻ സംസാരിക്കുന്ന ആളാണ്. സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുകയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്. താനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതിന് പകരം തന്നെ പുറത്താക്കുകയല്ല ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിക്കണം എന്നാണ് കരുതുന്നത്. പൊതുരംഗത്ത് നിൽക്കണമെന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ശിവദാസ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ജില്ലാ നേതൃത്വം പിന്തുടരുന്ന പ്രതികാര നടപടിയോട് പൊരുതി പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇനി പാർട്ടിയിൽ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്ന് ശിവദാസ് പറയുന്നു. CPM അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയവരെയാണ് CPI ഇപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ശിവദാസ് കുറ്റപ്പെടുത്തി. വൈപ്പിൻ മണ്ഡലത്തിന്റെ തെക്ക് മുതൽ മധ്യഭാഗം വരെയുള്ള സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ് CPI സഖ്യമാണ് ഭരിക്കുന്നത്. CPMന് അധികാരമുള്ളിടത്തുകൂടി അവർ അത് നഷ്ടപ്പെടുത്തുകയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നാണ് LDF നയം. എന്നാൽ ഭരണം പങ്കിടുന്ന പാർട്ടിക്കെതിരെ നിൽക്കാൻ CPIക്ക് കഴിയില്ല. ഇക്കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടും അവർ ഇക്കാര്യം പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ശിവദാസ് പറയുന്നു. അന്തരിച്ച കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി അധികാരമേറ്റതിനു ശേഷവും കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. എങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശിവദാസ് പറയുന്നു. നേരത്തെ P. രാജുവിനെ ഫണ്ട് വെട്ടിപ്പ് ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു. പച്ചക്കറി വ്യാപാരത്തിന്റെ പേരിൽ രാജു കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും പണം തട്ടിയെന്ന ആരോപണങ്ങളും പരാതികളും പുറത്തുവരികയും ചെയ്തിരുന്നു. അതേസമയം CPIയുടെ നിലവിലെ ജില്ലാ നേതൃത്വം തങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്കെതിരെ നടത്തുന്ന അപവാദ പ്രചാരണത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് രാജു പറയുന്നത്.